ബ്രൈറ്റ് നാവിഗേറ്ററിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഔട്ട്ഡോർ വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ചെറിയൊരു ടെക്നിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അത്, എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ഈ ചാനൽ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് കൊച്ചിയിലെ പ്രമുഖ IT സ്ഥാപനമായ സ്മാർട്ട് വെബിനും കൊച്ചിൻ റിതം വോയിസും കൂടെ ചേർന്നാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്കായിട്ട് പങ്കുവെക്കുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. ഞാൻ എൻ്റെ സ്കൂൾ കോളേജ് ലൈഫ് മുതലും അതുപോലെ തുടർന്നുള്ള ലൈഫിലും കേൾക്കുന്ന ഒന്ന് രണ്ട് പേരുകളിലൊന്നാണ് മടിയൻ, മടിച്ചി എന്നൊക്കെ ഉള്ളത്. അടുത്തയിടെ ഞാൻ വേറൊരു പേര് കൊണ്ട് ഞാൻ കേൾക്കേണ്ടത് വിശുദ്ധ ഉഴപ്പൻ, വിശുദ്ധ ഉഴപ്പി എന്നുള്ളത്. അപ്പം എന്താന്ന് പറഞ്ഞാലും എല്ലാവരുടെയും ജീവിതത്തിൽ ചെറിയ രീതിയിലെങ്കിലും ഉള്ള ഒരു എലിമെൻ്റ് ആണ് മടി എന്ന് പറയുന്നത്. പലപ്പോഴും ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ പാരൻസ് ആണെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും നമ്മുടെ ബന്ധുമിത്രാദികളാണെങ്കിൽ തന്നെ പലപ്പോഴും നമ്മളെ കളിയാക്കി വിളിക്കുന്ന ഒരു പേരുകളിൽ ഒന്ന് തന്നെയാണിത്. പക്ഷേ ഒരിക്കൽ പോലും നമ്മൾ ഇത് മാറ്റിയെടുക്കണമെന്ന് നമ്മൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പക്ഷെ നടക്കാറില്ല. എൻ്റെ കോളേജ് ലൈഫിൽ നടന്ന ഒരു സംഭവമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം എന്തായാലും നമുക്കത് എന്താണെന്നുള്ളത് നോക്കാം. അപ്പം ഈ മടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു വ്യക്തിയുടെ വ്യക്തിപരമായിട്ട് ജീവിതത്തെയും അല്ലെങ്കിൽ ഔദ്യോഗികമായ ജീവിതത്തെയും വളരെയധികം ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. പലപ്പോഴും നമ്മൾ ചെറിയ രീതിയിൽ അവഗണിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വേണ്ട എന്ന് വെക്കുന്ന പല കാര്യങ്ങളും പോലും ഇന്നല്ലെങ്കിൽ നാളെ വലിയ ഒരു നഷ്ടത്തിന് കാരണമാകുകയാണ് ചെയ്യുന്നത്. അപ്പം എന്താണെന്ന് പറഞ്ഞാലും എൻ്റെ കോളേജ് ലൈഫായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാം. ഞാൻ 2005, 2008 കാലയളവിൽ ഞാൻ ഡിഗ്രി പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമല്ലാതിരുന്ന കുറച്ച് പേപ്പേഴ്സിൽ ഒന്നായിരുന്നു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് നടന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇത്രയും വലിപ്പമുള്ള ബുക്കൊക്കെ എഴുതി പുസ്തകം കാണുമ്പോൾ തന്നെ ഞാൻ തലയിറങ്ങി വീഴുമായിരുന്നു. പ്രത്യേകിച്ചും ഈ പുസ്തകത്തിൻ്റെ വലിപ്പം കാണുമ്പോൾ തന്നെ എനിക്ക് പഠിക്കാനായിട്ട് ഇത് പറ്റില്ല എന്നുള്ള തോന്നലായിരുന്നു. പലപ്പോഴും ഞാൻ ലൈബ്രറിയിൽ നിന്നൊക്കെ ബുക്ക് എടുത്തിട്ട് തലേണയുടെ അടിയിൽ വെച്ചിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു. എന്നിട്ട് ആ ഒരു പീരീഡ് കഴിയുമ്പോൾ തിരിച്ച് ലൈബ്രറിയിലേക്ക് തിരിച്ച് റിട്ടേൺ ചെയ്യുന്ന സംഭവങ്ങളായിരിക്കും ഓർക്കുകയാണ്. അപ്പം എന്താണെന്ന് പറഞ്ഞാലും ഞാൻ ഈ ഒരു പേപ്പർ പഠിക്കാനായിട്ട് ഞാൻ പല പ്രാവശ്യവും ശ്രമിച്ചിട്ടും എന്നെ പഠിപ്പിച്ച ആ ഒരു ടീച്ചർ അവർ നന്നായിട്ട് പഠിപ്പിച്ചിരുന്നെങ്കിലും എന്തുകൊണ്ടോ അറിയാൻ പാടില്ല, എനിക്ക് ഈ ഒരു പേപ്പർ എനിക്ക് ക്ലാസ്സിൽ ഇരുന്നിട്ട് എനിക്ക് ദഹിക്കണില്ല. ഞാൻ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വായിച്ച് നോക്കിയിട്ട് ദഹിക്കണില്ല. പരീക്ഷയുടെ സമയത്ത് വായിക്കാൻ നോക്കിക്കഴിഞ്ഞാലോ അതൊട്ടും നടക്കുന്നുമില്ല. അങ്ങനെ ഇരിക്കെ ഈ എക്സാമിൻ്റെ സമയം വന്നപ്പോൾ എന്തോ തേടിയ വള്ളി കാലി ചുറ്റി എന്ന് പറയുന്ന പോലെയാണെന്ന് പറയുമ്പോൾ എനിക്ക് വൈറൽ ഫീവർ വന്നു. അങ്ങനെ 3-4 ദിവസം കിടപ്പൊക്കെ ആയി. അങ്ങനെ എനിക്ക് ഈ പേപ്പർ അങ്ങ് എഴുതാൻ പറ്റിയില്ല. പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ എഴുതുന്നത്. പക്ഷെ അന്ന് ഞാൻ എഴുതാനായിട്ട് നോക്കിയിട്ടും എന്തോ എനിക്കിതൊന്നും അങ്ങ് പറ്റുന്നില്ല, വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിലും പിന്നീട് അത് കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ അതൊക്കെ മറന്നു പോകുന്നൊരു കാഴ്ചയാണ്. അങ്ങനെ ലാസ്റ്റ് എനിക്ക് മേഴ്സി ചാൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വന്ന സമയത്ത് ഞാൻ എന്ത് വെച്ചാൽ ഇപ്രാവശ്യം എന്തായാലും ജയിച്ചേ പറ്റുള്ളൂ എന്നുള്ള തീരുമാനം എടുത്തു. പലപ്പോഴും നമുക്ക് ഈ മടി കാരണം ഉള്ള പല കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പലതും നമ്മളിങ്ങനെ അതിൽ നിന്നിങ്ങനെ ചെയ്യണ്ട എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ പക്ഷെ പിന്നീട് നമുക്ക് പലപ്പോഴും നമ്മളായിട്ട് നഷ്ടപ്പെടുത്തിയിട്ടുള്ള അവസരങ്ങൾ ഓർത്ത് നമുക്ക് ദുഃഖിക്കാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അയ്യോ അത് എന്നേക്കാളും മികച്ച രീതിയിൽ മറ്റുള്ളവർ രക്ഷപ്പെട്ടു പോയല്ലോ എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും നമുക്ക് അനാവശ്യമായ ടെൻഷൻസ്, ഒരു പരിധി വരെ ഇതിലൊക്കെ നമ്മുടെ മാതാപിതാക്കൾ ഉത്തരവാദികൾ തന്നെയാണ്. നമ്മളെക്കാട്ടും ഉയർന്ന നിലയിൽ മറ്റുള്ളവർ കയറി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മാതാപിതാക്കൾ എന്ത് ചെയ്യും, അവരെ വെച്ചിട്ട് നമ്മളെ കമ്പയർ ചെയ്യും. അത് സ്വാഭാവികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മളെ തളർത്തുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നതാണ്. എന്താന്ന് പറഞ്ഞാലും ഇത്തവണ ഞാൻ തീരുമാനം എടുത്തു, ഇനി എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഞാൻ ഇത് കരകയറിയേ പറ്റുള്ളൂ, ഇത് ജയിച്ചേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു. അങ്ങനെ പുസ്തകം അന്ന് ലൈബ്രറിയിൽ നിന്ന് എടുത്തതാണ്. പിന്നെ ഞാൻ ഈ പുസ്തകം കണ്ടിട്ടില്ല. പിന്നെ ഞാൻ വീട്ടിൽ നോക്കി എവിടെ എന്തെങ്കിലും ഇരിപ്പണം നോക്കിയപ്പം അവിടെ നിന്ന് കുറച്ച് നോട്ട്ബുക്ക് നോക്കിയപ്പോൾ ഞാൻ ഒരു 6 പേജോ 7 പേജോ അങ്ങോട്ടേ ഉള്ളൂ. അപ്പം എനിക്ക് മനസ്സിലായി ഈ 6 പേജോ 7 പേജോ എന്തായാലും എനിക്ക് ജയിക്കാൻ പറ്റില്ല എന്ന് ഞാൻ തീരുമാനിച്ചു, ഉറപ്പായി. അപ്പം അങ്ങനെ ഞാൻ എന്താ വെച്ചാൽ വീട്ടിലെ ഷെൽഫും അതുപോലെ തന്നെ പഴയ ബാഗുകളൊക്കെ തപ്പി സിലബസ് ഞാൻ തപ്പിയെടുത്തു. ആ സിലബസിൽ നിന്ന് ലാസ്റ്റ് ഞാൻ അന്ന് പഠിപ്പിച്ചിരുന്ന ബുക്ക് ഞാൻ തപ്പിയെടുത്തു. പക്ഷെ അപ്പോഴും നോക്കുമ്പോൾ ഇഷ്ടംപോലെ പേജുണ്ട്. എനിക്ക് തോന്നുന്നൊരു 300-500 പേജ് കണ്ടും കിടപ്പുണ്ട്. അങ്ങനെ പരീക്ഷയുടെ തലേന്ന് എന്ന് പറയുമ്പോൾ ഏകദേശം എനിക്കൊരു 3 ദിവസം 4 ദിവസം മുന്നേ ഞാൻ എന്ത് വെച്ചാൽ അത് പോയിട്ട് അങ്ങ് പ്രിൻ്റ് എടുത്തു കഴിഞ്ഞപ്പം സിലബസിനകത്ത് നമുക്ക് ഓരോ മൊഡ്യൂൾസ് ആയിട്ടാണ് നമുക്ക് വന്നിരുന്നത്.
ഈ മൊഡ്യൂൾസ് 5 മൊഡ്യൂൾ 6 മൊഡ്യൂളാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ അതിനെയും പിന്നെ ഡിവൈഡ് ചെയ്യാണ്ട് 25 മൊഡ്യൂളോ 30 മൊഡ്യൂളോ അങ്ങോട്ടോ ആക്കിയിട്ട് അതിനെ ഒരു പാടോ 2 പാടോ അങ്ങനെ എന്തോ ഒക്കെ ആക്കിയിട്ട് ഞാനത് സെപ്പറേറ്റ് ചെയ്ത് സ്പൈറൽ ചെയ്ത് മാറ്റി. അങ്ങനെയായിരുന്നു എൻ്റെ ആ ഒരു ഈ ഒരു എക്സാമിന് വേണ്ടി എൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ എന്താ വെച്ചാൽ തീരുമാനം എടുത്തു, ഇനി എന്താന്ന് പറഞ്ഞാലും എനിക്ക് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ, ഇനി ഞാൻ ഇതിനു വേണ്ടി സമയം കളയരുത് എന്ന് തീരുമാനം എടുത്തു. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് സ്പൈറൽ ബൈൻഡിങ് എടുത്തു. ഇവിടെ ഇത്തവണ എന്ത് പറ്റിയെന്ന് വെച്ചാൽ നടക്കില്ല എന്ന് തീരുമാനിച്ച കാര്യം ഞാൻ നോക്കുമ്പം സിമ്പിളായിട്ട് നടന്നു പോകാം. കാരണം ഓരോ സബ് മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് സ്പൈറൽ ബൈൻഡ് ചെയ്ത് മാറ്റിയപ്പം ആ ഓരോ പുസ്തകങ്ങളും തീരുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഉള്ളിലൊരു സംതൃപ്തിയാണ്, തീർന്നുണ്ടോ സമാധാനമായി എന്നുള്ളത്. അങ്ങനെ ആ രീതിയിൽ എന്ത് ചെയ്തു, ഞാൻ പഠിച്ചു. ഞാൻ ഈ എക്സാം ജയിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് എനിക്ക് ഈ ഒരു പേപ്പറിന് എനിക്ക് ഓൾമോസ്റ്റ് ഒരു ഫസ്റ്റ് ക്ലാസ്സിന് മുകളിൽ എനിക്ക് മാർക്ക് ലഭിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഈ ക്ലൈമറ്റ് ഒക്കെ മാറി വരുന്ന സമയത്താണ് മഴയാണ്, അയ്യോ വേണ്ട മഴയാണ്, തണുപ്പാണ്, ഇങ്ങനെ പല റീസൺസ് പറഞ്ഞ് നമ്മളിങ്ങനെ മാറി നിൽക്കാറുണ്ട്. പക്ഷേ അവിടെ നമ്മുടെ മനോഭാവത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരം മടികൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പക്ഷേ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മാറ്റം വരുത്താൻ പറ്റിയെന്നില്ല, സാധിച്ചെന്നില്ല. ചിലപ്പം കുറച്ച് ദിവസങ്ങളോ അല്ലെങ്കിൽ ആഴ്ചകളോ മാസങ്ങളോ എന്തിനും വർഷങ്ങൾ വരെ എടുത്തു വരും. അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്തത്. അപ്പം ഈ ഒരു മെത്തേഡിന് പറഞ്ഞ് കെയ്സൺ സ്ട്രാറ്റജി അല്ലെങ്കിൽ കെയ്സൺ ടെക്നോളജി എന്നാണ് പറയുന്നത്. ജാപ്പനീസ് മെത്തേഡാണ്. അപ്പം ഇത് ഞാൻ ഇപ്പോഴും എൻ്റെ പല കാര്യങ്ങളും മടി ഉണ്ടെങ്കിലും ഞാനതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ 2 വീലർ ഓടിക്കാനായിട്ട് വളരെയധികം പേടിക്കുകയും മാറി നിന്നൊരു വ്യക്തിയാണ്. ഇന്ന് ഞാൻ അവിടെ എൻ്റെ ഒരു മനോഭാവത്തിൽ ഞാൻ മാറ്റം വരുത്തിയപ്പോൾ ഇന്ന് അവിടെ എനിക്ക് പല കാര്യങ്ങളും 2 വീലർ ഓടിച്ച് പോകാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, നമുക്ക് നമ്മുടെ ഒരു മനസ്സാണ് ഓരോ കാര്യങ്ങളും ചെയ്യണോ ചെയ്യണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിലുള്ള ഒരുപാട് തടസ്സങ്ങളുണ്ട്. ശരിയാണ്, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാതെ പിൻവലിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മുടെ മാതാപിതാക്കൾ പോലും നമ്മളെ പല സമയത്തും നിരുത്സാഹപ്പെടുത്താറുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് ഇതിൽ നിന്നൊരു മാറ്റം ആവശ്യമാണ്, അല്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് മാറും എന്നുള്ള ആ ഒരു തീരുമാനം എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മടി അല്ലെങ്കിൽ നിങ്ങൾ എന്തിൽ നിന്നുമാണോ പിൻവലിഞ്ഞ് നിൽക്കുന്നത് അതിൽ നിന്ന് മാറി നിങ്ങളുടെ ആ ഒരു വളർച്ച ഒരു പക്ഷേ ഒരു 3 മാസമോ അല്ലെങ്കിൽ 6 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ 2 വർഷമോ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഗ്രാഫ് നല്ല രീതിയിൽ ഉയർന്നു പോയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ചെറുതാണെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് കരുതുകയാണ്. അപ്പം അടുത്ത ദിവസം മറ്റൊരു വീഡിയോയോടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇത് ബ്രൈറ്റ് നാവിഗേറ്റർ നിങ്ങൾക്കായിട്ട് സമർപ്പിച്ചത് സ്മാർട്ട് വെബിൻ ആൻഡ് കൊച്ചിൻ റിതം വോയിസ്.